ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ലൊരു പുലരി കണ്ടുണരുവാൻ വലിയവനായി ദൈവം നമ്മെ സഹായിച്ചു. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായി നല്ലൊരു പുലരിയിൽ ദൈവവചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തക്കവണ്ണം വലിയവനായ ദൈവം നമുക്ക് ഒരവസരം കൂടെ നൽകിയതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരെയും ഒരിക്കൽ കൂടി മോർണിംഗ് മന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള ഭാഗം വിടവ് നികത്തുക എന്നുള്ളതായ ഭാഗമാണ്. നമുക്ക് നൽകിയിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 17-ാം വാക്യം. റോമർ 16:17 ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിനു വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്നു ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. വളരെ നല്ലൊരു മുന്നറിയിപ്പോടുകൂടിയതായ ഒരു വേദഭാഗമാണ് നാം ചിന്തിച്ചത്. നിങ്ങൾ പഠിച്ച ഉപദേശത്തിനു വിപരീതമായ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ നമുക്കിടയിൽ, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ സഭകളിൽ ഇടർച്ചകളെ ഉണ്ടാക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കാതെ അവരെ സൂക്ഷിക്കണമെന്നും അതുപോലെ അവരോട് അകന്നു മാറണമെന്നും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അറിയിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും പാലത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ്. നാം പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പാലം എന്തിനാണ്? രണ്ട് കരയും തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പുറയുള്ള കരയും ഇപ്പുറയുള്ള കരയും രണ്ടും ബന്ധിപ്പിക്കാനുള്ള, ഒന്നല്ലെങ്കിൽ അതിന്റെ നടുക്ക് വലിയ താഴ്ചയിലുള്ള എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളം. സാധാരണ നമ്മൾ പുഴകളിൽ, വലിയ വലിയ പുഴകളിലുമൊക്കെയുമാണ് ഒരു പാലം ഉണ്ടാക്കുന്നത്. ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സഞ്ചരിക്കാൻ തക്കവണ്ണം സാധിക്കുന്നു. അത്തരത്തിൽ പാപത്തിൽ ആയിരുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് ഒന്നിപ്പിച്ചു, ദൈവമായിട്ട് ഒന്നിപ്പിച്ചു. കർത്താവിന്റെ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റ് കർത്താവ് യാഗമായി തീർന്നതുകൊണ്ട് നമ്മളെല്ലാവരെയും ദൈവത്തിൽ ഒന്നിപ്പിച്ചു. സ്നേഹമാവുന്ന പാലത്തിൽ നമ്മെ ഒന്നിപ്പിച്ചതായിട്ട് കാണുന്നു. നാം ചിന്തിക്കുമ്പോൾ ജനങ്ങളിലെ ഏറ്റവും ആഴമേറിയ ചില ഇടക്കുവഴികൾ സഭാംഗങ്ങളെ ഭിന്നിപ്പിച്ച് സഭയിൽ അനൈക്യമുണ്ടാക്കും. അവർക്കിടയിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവർക്കിടയിൽ ഇടർച്ച ഉണ്ടാക്കുന്ന പല ആളുകളെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സഭയിൽ. സ്വാർത്ഥത, അഹങ്കാരം, ശ്രേഷ്ഠത, മുൻവിധി, തെറ്റുകണ്ടെത്തൽ എന്നീ മനോഭാവങ്ങൾ അംഗങ്ങൾക്കിടയിൽ വേർപിരിയലിനു കാരണമാവുകയും ക്രിസ്തുവിന്റെ ലക്ഷ്യത്തെ നശിപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. പല സഭകളിലും ഭിന്നതകൾ ഉണ്ടാകും. ഓരോ കാര്യത്തെക്കുറിച്ച് ഭിന്നതകൾ ഉണ്ടാകും, തർക്കമാകും. പലപ്പോഴും ആ ഒരു വ്യക്തി കാരണം പലരും സഭയിൽ വരാതെയാകും. സഭ അങ്ങനെ ആളുകളില്ലാതെ ക്രമേണ കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ പല സഭകളെയും കാണുവാനായിട്ട് സാധിക്കുന്നു. ഗലാത്യ സഭയിലെ വിഭജനത്താൽ പിളർന്നപ്പോൾ, അല്ലെങ്കിൽ ഗലാത്യയിലുള്ള സഭ വിഭജനത്താൽ പിളർന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളെ ഉപദേശിച്ചു. എങ്ങനെ? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ: ആത്മാവിനെ അനുസരിച്ചു നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അങ്ങനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ചു നടപ്പാൻ പൗലോസ് അപ്പോസ്തലൻ ആ സഭയുള്ള ജനത്തോട് പറയുന്നു. അങ്ങനെ അവിടെയുള്ള സഭാംഗങ്ങൾ ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ അവർ ആത്മാവിന്റെ ഫലം ക്രമേണ പുറപ്പെടുവിക്കുകയും ആളുകളെ ഒരുമിച്ച് ആകർഷിക്കുകയും ആ ഒരു സന്തോഷത്തിൽ, സമാധാനത്തിൽ, ആത്മാവിന്റെ ഫലം ഉള്ളവരായിട്ട്, നിറവുള്ളവരായിട്ട് ആ സഭ പിന്നീട് മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഓരോ സഭയിലും എന്താണ് പ്രയാസം? ആരാണ് ഇടർച്ച വരുത്തുന്നത്?
നമ്മൾ അവരെ കണ്ടുപിടിച്ച് അവരെ കർത്താവിൻ്റെ വഴിയിൽ കൊണ്ടുവരുവാനും ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിൽ പുറപ്പെടുവിക്കുവാനുമായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ വചനത്തിൽ പ്രബോധിപ്പിക്കാം, സ്നേഹത്തിൽ അവരെ വളർത്തിയെടുക്കാം. അങ്ങനെ ആത്മാവിന്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം, ഇവ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ സ്നേഹത്തിൽ എല്ലാവരോടും ഇടപഴകുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ആരോടെങ്കിലും ദേഷ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതേപോലെ ആയിരിക്കും ചിലപ്പോൾ മറുപടി. പക്ഷേ നമ്മോട് ആരെങ്കിലും ദേഷ്യമായിട്ട് സംസാരിക്കുമ്പോൾ നാം അവരോട് സ്നേഹത്തിലൂടെ ഇടപഴകണം. അതാണ് ആത്മാവിന്റെ ഫലം. സ്നേഹത്തിലൂടെ ഇടപഴകുമ്പോൾ അവിടെ സന്തോഷമുണ്ടാകും. പിന്നീട് അവർക്കിടയിൽ സമാധാനം കൊണ്ടുവരും. അത് ദീർഘക്ഷമയിലേക്കും ദയയിലേക്കും പരോപകാരത്തിലേക്കും അത് വിശ്വസ്തതയിലേക്കും സൗമ്യതയിലേക്കും കൊണ്ടുവരും. അങ്ങനെ നാം ചെയ്യുന്നതൊക്കെയും നമുക്ക് ഇന്ദ്രിയ ജയം കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കും. കാരണം ദൈവാത്മാവ് നമ്മെ നടത്തിക്കും. നാം നടത്തപ്പെടുന്നത്, നയിക്കപ്പെടുന്നത് ഹോളി സ്പിരിറ്റിലായിരിക്കും. നാം ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി യാചിക്കാറുണ്ടോ? നിരന്തരം യാചിക്കുന്നവരായി തീരുവാനായിട്ട് നാം ശ്രമിക്കുക. ആ വിടവ്, സഭയിലുണ്ടാകുന്ന വിടവ്, അതുപോലെ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിലുണ്ടാകുന്ന വിടവ്, എങ്ങനെയാണ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിടവുണ്ടാകുന്നത്? നാം ദൈവമായിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു നിമിഷം കുറവ് സംഭവിച്ചാൽ, ആ പ്രാർത്ഥന ഒരു ദിവസത്തേക്ക് മാറ്റി നിന്നാൽ അവിടെ ഒരു വിടവുണ്ടാകുകയും ആ വിടവിൽ പിശാച് കയറി ഇടപെടുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം താറുമാറാകും. അപ്പോൾ നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടോ, വിടവുണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടെങ്കിൽ നാം ആ വിടവ് ഇന്ന് തന്നെ, ഈ സമയത്ത് തന്നെ മാറ്റുക. ദൈവമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ സഭയിലും ഇത്തരത്തിൽ ഇടർച്ച ഉണ്ടാകുന്നവരെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ സ്നേഹത്തോടെ പറഞ്ഞു മനസ്സിലാക്കിച്ച് ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ അവരെ പ്രബോധിപ്പിക്കുക. പൗലോസ് അപ്പോസ്തലൻ പ്രബോധിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ നല്ല വചനം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം, ഇംപ്ലിമെന്റ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ നാം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ എന്ന് ചിന്തിക്കുക. അല്ല എങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. കർത്താവ് യേശു ക്രിസ്തു നയിക്കപ്പെട്ടതുപോലെ നാമും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നാം പ്രാർത്ഥിക്കുക, നിരന്തരമായി യാചിക്കുക. സഭയിലുണ്ടാകുന്ന വിടവ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടവൊക്കെയും മാറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ചിന്തയിൽ നിന്നും അവസാനിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അടിയങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രങ്ങൾ താവി. അടിയങ്ങളുടെ സഭയിൽ ഉണ്ടാകുന്ന വിടവ്, വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിടവ് കർത്താവേ, എന്തു തന്നെയായാലും ആ വിടവ് വരാതെ കർത്താവെ അടിയങ്ങളാണെന്ന് ഓർക്കേണ്ടത്. ആത്മാവിനനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം തിരുവചനം ഇന്ന് ഓർമ്മിപ്പിച്ച നല്ല കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെ അനുസരിച്ച് നടന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ ഉണ്ടാകുവാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ജീവിതം, അടിയങ്ങളുടെ ജീവിതം വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെയും ആയിരിക്കുമെന്ന് അടിയങ്ങൾ അറിയുന്നു. അങ്ങനെ ആത്മാവിനനുസരിച്ച് നടക്കുന്നവരായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ തരുന്നു, അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ലൊരു ദിവസത്തിന്റെ അനുഗ്രഹം അടിയങ്ങൾക്ക് നൽകുവാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവേ, പകലിൽ അടിയങ്ങൾ ജോലിക്കായി കടന്നു പോകുന്നവരുണ്ട്. അടിയങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും, അടിയങ്ങൾ പോകുന്ന ഓരോ വഴിയിലും കർത്താവേ അടിയങ്ങളോട് ചുറ്റും കാവൽ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ മേലങ്ങയുടെ സാന്നിധ്യം, കൂട്ടായ്മ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിൽ മേലങ്ങയുടെ ആത്മാവിനെ അവിടുന്ന് പകർന്ന് വേണ്ടതായി നടത്തി പൗർ നൽകി കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം. സർവ്വമേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരമരുളേണമേ സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. മേ ഗോഡ് be with you all. Amen.